കോൺഗ്രസിന്റെ സമരാഗ്നി യാത്ര പാലക്കാട് ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. ഒരു വലിയ വിമർശനം ഉയർന്നത് നേരത്തെ നവകേരള യാത്ര നടക്കുമ്പോൾ രാവിലത്തെ പ്രഭാത യോഗത്തിൽ പൗരപ്രമുഖരെന്ന് പേരിട്ട് വിളിക്കുന്ന ഒരാളുകൾക്ക് മുന്നിൽ പലതരത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കി കാര്യമായ ചർച്ചകൾ, ക്രിയാത്മകമായ ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ള വലിയ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ സമാനമായ രീതിയിൽ തന്നെയാണ് സമരാഗ്നി യാത്രയുടെയും രാവിലത്തെ ആ സെഷനിൽ നടക്കുന്നതിനുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് ഇന്നിപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞ കാഴ്ച. ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ഇവിടെ എത്തി നേതാക്കളോട് വിഷമങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. ഈ ജാഥയിലുടനീളം അതിൻ്റെ ഫുൾ ടൈമറായി തന്നെ പ്രവർത്തിക്കുന്ന വേദികളിൽ നേതാക്കൾ എത്തുന്നതിന് മുൻപ് വലിയ ഓളം സൃഷ്ടിക്കുന്ന BRM ഷഫീർ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് നിങ്ങളുടെ രാവിലത്തെ പൗരപ്രമുഖർ തന്നെയാണോ? എന്താണ് നമ്മുടെ രാവിലത്തെ സെഷന്റെ പ്രത്യേകത? ഈ ജാഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത പിണറായി വിജയൻ എന്ത് ചെയ്തോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യ കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രഭാത സദസ്സുകൾ ഒന്നടങ്കം അതൊരു പ്രഭുസഭയായിരുന്നു. പൗരപ്രമുഖർ എന്ന പേരിൽ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റുകാരെയും കച്ചവടക്കാരെയും മുതലാളിമാരെയും പ്രവാസി മുതലാളിമാരെയും ഉൾപ്പെടുന്ന ഒരു വലിയ സംഘത്തെയാണ് അദ്ദേഹം രാവിലെ കണ്ടത്. അവരോടൊപ്പമാണ് ഭക്ഷണം കഴിച്ചത്. അതിലൊരിടത്തും തന്നെ കർഷക തൊഴിലാളികളോ ഭാരം ചുമക്കുന്നവരോ തൊഴിലാളികളോ അതുപോലെ സാധാരണക്കാരോ എൻഡോസൾഫാൻ ദുരിതബാധിതരോ കർഷകരോ കർഷക തൊഴിലാളികളോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങൾ ഇന്ന് കണ്ടില്ലേ, കേരളത്തിലെ ബഹുമാന്യ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും രാവിലെ കണ്ടത് സാധുക്കളായ നെൽകർഷകരെ, പണം കിട്ടാത്ത അല്ലെങ്കിൽ നെല്ല് കൊടുത്തിട്ട് കാശ് കിട്ടാത്ത പാവങ്ങളെ പാലക്കാട്ട് കണ്ടു, എൻഡോസൾഫാൻ ബാധിതരെ കണ്ടു, കർഷക തൊഴിലാളി നെയ്ത്ത് തൊഴിലാളികളെ കണ്ടു, കടലിൽ പോകുന്നവരെ കണ്ടു, ഈ നാട്ടിലെ സാധുക്കളും ഭാരം വലിക്കുന്നവരുമായിട്ടുള്ള തൊഴിലാളികളെ കണ്ടു, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ജപ്തി ഭീഷണി നേരിടുന്ന ജപ്തി ചെയ്യപ്പെടുന്ന വീട്ടമ്മമാരെ കണ്ടു, വരുമാനം നഷ്ടപ്പെട്ടവരെ കണ്ടു, അംഗപരിമിതരെ കണ്ടു, കഴിഞ്ഞ 5 മാസമായി പെൻഷൻ കിട്ടാതിരിക്കുന്ന പെൻഷൻകാരെ കണ്ടു, അതും വിവിധതരം പെൻഷൻകാരെ കണ്ടു. കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആനുകൂല്യം കിട്ടതിന് ശേഷം യന്ത്രം മാറ്റിവെക്കാൻ നിവർത്തിയില്ലാതെ പോയ വീണ്ടും ശബ്ദമില്ലാത്ത ലോകത്തേക്ക് പോകുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതല്ലേ യഥാർത്ഥത്തിൽ ജനപക്ഷം? അതേ പിണറായി വിജയൻ്റെ പ്രഭുത്വമാണോ ജനപക്ഷം? അവിടെയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റല്ല കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയ, ഇത് സർക്കാരല്ല, ഇതൊരു കൊള്ളക്കാരാണ് നിങ്ങൾ. ഞങ്ങൾ ജനപക്ഷത്താണ്, ഞങ്ങൾ വന്നാൽ മാറ്റമുണ്ടാക്കും, ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കും, ജനങ്ങളുടേതായ ഒരു ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഇന്നിപ്പോൾ പരാതികൾ പറയുമ്പോൾ കേൾക്കാൻ കഴിഞ്ഞത് ഒരുപാട് ആവരാതികൾ ആളുകൾ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് MLA മാർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് സഹായം ചെയ്യാനും മന്ത്രിമാരിൽ സമ്മർദ്ദം ചെലുത്തിയതിനൊക്കെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ KPCCയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം? അതിനകത്ത് ഞാൻ നിങ്ങളുടെ കാര്യം പറയും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്ന കുറേ ആളുകളുണ്ട്. പല സഹായങ്ങളും ചോദിച്ചു പോയിട്ടും അതെല്ലാം വില്ലേജ് ഓഫീസുകളിലേക്ക് തന്നെ വീണ്ടും തട്ടിവിടുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് KPCC നേരിട്ട് സഹായം കൊടുക്കുന്ന ചില സ്കീമുകൾ ഇവിടെ പറഞ്ഞു. വീടില്ലാത്തവരുടെ ചില പ്രശ്നങ്ങൾ, വളരെ പതറ്റിക് കണ്ടീഷനായിട്ടുള്ള ആളുകളുടെ വിഷയങ്ങൾ, പുനർജനി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഏറ്റെടുത്തു. പ്രതിപക്ഷ നേതാവ് തന്നെ എത്ര മക്കളുടെ ചികിത്സാ സഹായമാണ് നേരിട്ട് ഏറ്റെടുത്തത്? കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സംവിധാനവും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്രയോ സാധുക്കളായ മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു സമാന്തര ഗവൺമെൻറ്റിനെ പോലെ മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്ന സംഭാവനകൾ സ്വീകരിച്ചും പാർട്ടിയുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും പാവപ്പെട്ടവർക്ക് ആനുകൂല്യം കൊടുക്കുന്ന ഒരു സമീപനം കൂടി ഇതിനകത്തുണ്ട്. അല്ലാതെ വെറുതെ വാഗ്ദാനം മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും നിയമസഭയിൽ ഉൾപ്പെടുത്തേണ്ടതുമായുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അതിനപ്പുറം ഒരു പ്രത്യക്ഷത്തിലൊരു ബദൽ ഗവൺമെൻറ് പോലെ സാധുക്കളെയും പാവപ്പെട്ടവരെയും ആനുകൂല്യം ആഗ്രഹിക്കുന്നവരെയും നേരിൽ കണ്ട് അവരുടെ ഇത് വാങ്ങുക മാത്രമല്ല, അവർക്ക് സഹായം എത്തിക്കൽ കൂടി ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് എത്തിയപ്പോഴേക്കും ക്ഷീണിച്ചോ? അങ്ങ് എല്ലാ തുടക്കം ഓരോ ദിവസവും കാണുന്ന ഈ ജനക്കൂട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിനകത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിരുത്തിയതാണോ? ADS-കാരെയും CDS-കാരെയും ആശാവർക്കർമാരെയും ഗവൺമെൻറ് ജീവനക്കാരെയും തൊഴിലാളികളെയും തൊഴിലുറപ്പുകാരെയും നിർബന്ധിച്ചു കൊണ്ടുവന്നിരുത്തിയ യോഗമല്ല ഇത്. ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ഈ ഗവൺമെൻറ്റിനെതിരായ വികാരമുള്ള ജനങ്ങളാണ് വരുന്നത്. അവരുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് വൈബുണ്ട്, ഒരു പോസിറ്റീവ് എനർജി. അത് നമ്മളെ മുന്നോട്ട് നയിക്കുകയാണ്. BRM-മായി സംസാരിച്ചത് രാവിലത്തെ യോഗങ്ങളെക്കുറിച്ചാണ്. ഇത് ചില വിമർശനങ്ങൾ, അതായത് നേരത്തെ നവകേരള സദസ്സിന് സംഘടിപ്പിച്ച പൗരപ്രമുഖരുടെ യോഗം എങ്ങനെയോ അതിനോടൊപ്പം തന്നെയുള്ള അതുപോലെയുള്ളൊരു സദസ്സാണോ എന്നുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് എന്താണ് UDF സംഘടിപ്പിക്കുന്ന ഈ സമരാഗ്നിയുടെ KPCCയുടെ സമരാഗ്നിയുടെ രാവിലത്തെ സെഷനിൽ പങ്കെടുക്കുന്നത് ആരാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു BRM ഷഫീർ. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.